Hey my beautiful, welcome back to my Pups channel. A very special message for you. How do they see you? മറ്റുള്ള ആളുകൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ കളക്റ്റീവ്ലി പിക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ ഡു ദേ സീ യു, ദി സോഴ്സ്. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി അപ്രോച്ചബിൾ ആയിട്ടാണ് അവർ കാണുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ അവർ അന്വേഷിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മിക്ക ആളുകളുടെ അടുത്തുനിന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം, സ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ റിയൽ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് അതുപോലത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. മേ ബി ലൈക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫൈനാൻഷ്യൽ ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾ ഓഫ് സഡൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ, റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ വിസിബിൾ ആയിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പെസിഫിക് പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, സോ പ്രോബബ്ലി അവർക്ക് ഒരു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് നോളേജ് വൈസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യാൻ കേപ്പബിൾ ആണ് എന്നുള്ള ചില തിരിച്ചറിവുകൾ, അതുപോലത്തെ ചില കാര്യങ്ങൾ ചില ആളുകൾ റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈവൻ സ്ട്രേഞ്ചർ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളടുത്ത് വന്ന് ചില കാര്യങ്ങൾ ചോദിക്കുക, ചില സംശയങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് വന്ന് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സോ അറിയാത്ത ചില കാര്യങ്ങളായിരിക്കാം, ചില രഹസ്യങ്ങളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നതും അതാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും രഹസ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സീക്രറ്റ്, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അതിനെപ്പറ്റി വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഷെയർ ചെയ്യാതിരിക്കുക. അത് നിങ്ങളത് ഫിനിഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പെഷ്യലി. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളത് ഒരു രീതിയിലും ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു സീക്രറ്റ്സ് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കഴിയുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ അതുപോലത്തെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾ കഴിയുന്നതും പറയാതിരിക്കുക. ഓക്കെ, കാരണം ആളുകൾ നിങ്ങൾ ഈ ഒരു സമയത്താണ് അങ്ങനത്തെ രീതിയിലാണ് കാണുന്നത്. ഓക്കെ, സോ അപ്രോച്ചബിൾ ആയിട്ട്, മെയിൻലി നിങ്ങൾ ഒരുപാട് അപ്രോച്ചബിൾ ആയിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ അറിവ് പരമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ ടീച്ചേഴ്സ് ആയിരിക്കാം, ഓർ ട്യൂഷൻ ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു വരുമാനം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ്, ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇപ്പൊ എന്താണോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു അറിവ്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില നോളേജ്, നിങ്ങൾ അത് ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് കൺവേർട്ട് ചെയ്യാനോ, ഒരു ബിസിനസ് ആയിട്ടോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുകൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ അറിവ് വേറെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ, മേ ബി നിങ്ങൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അറിവ് നാച്ചുറലി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ആൻഡ് മെയിൻലി നിങ്ങൾ ഈ ഒരു സമയം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പല കാര്യങ്ങളും പല ആളുകളും എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരിക്കില്ല, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് തോന്നാണ് നിങ്ങൾ അവർക്ക് ബ്ലോക്ക് ചെയ്തു, നിങ്ങൾ അവരെ എന്റർടൈൻ ചെയ്യുന്നില്ല എന്നുള്ളത്. സോ ചില ആളുകൾക്ക് ഒരു തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തി നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ചില ആളുകൾ നിങ്ങളെ കാണുന്നുണ്ടാവില്ല. സോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഓൾ ഓഫ് സഡൻ ചില ആളുകൾ നിങ്ങൾ എടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരിക്കണം, എവിടെയാണ്, എന്താണ്, നിങ്ങൾ ഓക്കെ ആണോ. മേ ബി ലൈക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇമോഷണൽ സപ്പോർട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും എനർജറ്റിക്കലി അതുപോലെ ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ചില ആളുകളൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും, എന്താണ് അത്, അവർ ജെന്യൂൻലി വന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ കെയർ ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു വേഴ്സ് സിറ്റുവേഷനിൽ ആണ് നമ്മളുടെ ഒരു റൈറ്റ് ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അല്ലെ. സോ അത് ഈവൻ നമ്മൾ പറയേണ്ട കാര്യം കൂടെ ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു ആളുടെ അടുത്ത് നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈവൻ നമ്മളെ പറ്റിയിട്ട് ഒരു ഐഡിയയും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് നമ്മളെ കാണുന്ന സമയത്തോ, അല്ലെങ്കിൽ എനർജറ്റിക്കലി അവർക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്തോ ഒരു ട്രബിളിലാണ്, അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് വേണം, നമുക്ക് അങ്ങനെ സംസാരിക്കണം എന്നുള്ളത്, അല്ലെ. സോ അതുപോലത്തെ ആളുകൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുപോലത്തെ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ചില നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള പ്ലേസ് എന്നുള്ള ആളുകൾ നിങ്ങളെ വീണ്ടും കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ
നിങ്ങൾ അങ്ങനെ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള ആരെങ്കിലോ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ക്രേവ്, നിങ്ങളുടെ ലൈഫിലേക്ക് എത്തി നോക്കാനുള്ള ഒരു ക്രേവ് അവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, പഠിക്കാൻ എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇമിറ്റേറ്റ് ചെയ്യാനോ അത് അഡോപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എന്താന്ന് മനസ്സിലാക്കാനോ ഒക്കെ ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകള് നിങ്ങളുടെ ഫാമിലി എന്നുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, കൂടെ പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ മാറ്റം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാറി ചിന്തിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങള് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി മറ്റുള്ള ആളുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്ന് ആ ഒരു കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമായിട്ട് പോവാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് മാറി പോവാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസേൺ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി പോവുക എന്നുള്ളത്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു ഫാമിലിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകളോ ഒക്കെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കാം. അതുപോലത്തെ ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓൾറൈറ്റ്, സോ മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിൽ ചില ആളുകൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ വരുന്ന സമയത്ത് ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെ, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ മാറരുത്, ഇങ്ങനെ ആക്കണം, നിങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ് അതുപോലെ തന്നിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ഒരുപാട് അതുപോലെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ചില മാറ്റങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പോകുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അല്ലെ, സോ ആ ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നോണ്ട് എന്താണ് നിങ്ങൾ നേടിയെടുക്കുന്നത് എന്നറിയാനുള്ള ക്രേവ് ഉണ്ടാവുന്ന ചില ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അക്കാഡമിക്കലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റോ ഓർ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ ഫാമിലിന്ന് റിലേറ്റീവ്സിന് നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷനിലേക്ക് വരിക, ഡിഫറെന്റ് കൾച്ചർ ഫോളോ ചെയ്യുക, ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുക. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. അതായിരിക്കും മേ ബി നിങ്ങളുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ആക്ച്വലി നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, സോ നിങ്ങളൊരു പ്ലേസിൽ നിന്ന് ഒരു കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെക്കാൻ വരുത്തുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് ആ ഒരു രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ കൂടുതൽ എസ്പെഷ്യലി ആരെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുടെ അടുത്ത് കഴിയുന്നതും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം അവർ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ലിമിറ്റ് ചെയ്യുന്നുള്ളതല്ല, അവർ അവരുടേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നായിരിക്കാം അവർ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അവരുടെ എക്സ്പീരിയൻസ് ഒന്നും വിശ്വാസത്തൊന്നും ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ശരി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതായിട്ട് കണ്ടിന്യൂ ചെയ്യാം. Alright, how do they see you? ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ വളരെ ഡ്രെയിൻഡ് ഒക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം എന്താന്നുള്ളത് പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആളുകൾ ആരാന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ചില ആളുകൾ നിങ്ങൾ വളരെ എക്സോസ്റ്റഡ് ആണ്, നിങ്ങളുടെ ലൈഫിലെ പല സിറ്റുവേഷൻസ് കാരണമായിരിക്കാം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, ഒരുപാട് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുള്ളത് കൊണ്ടായിരിക്കും, ഒരുപാട് മെന്റൽ കോൺഫ്ലിക്ട് ചില ആളുകൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇനി അടുപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആരാണ് ഈവൻ നിങ്ങൾ ഒരു കാര്യം പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ കൂടെ. ഓക്കെ, അവരെ നിങ്ങൾ തിരിച്ചറിയാൻ പോവാണ്, അവര് നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, അവര് നിങ്ങളുടെ ഒരു റിയൽ ഫ്രണ്ട് ആണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു റിയൽ ഫ്രണ്ട് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജ് ഫോർ യു. നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം, അല്ലെ, മേ ബി ലൈക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ അതിശയിക്കുന്ന രീതിയിൽ ചില ആളുകൾ നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് വരും. നിങ്ങളുടെ ആ ഒരു വിഷമത്തിന്റെ ഒരു സോഴ്സ് എന്താ എന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം പറഞ്ഞു തരാൻ അതിന് ഹെൽപ്പ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ, അതൊട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ആളുകളായിരിക്കാം. ഓക്കെ, സോ ജെന്യൂൻലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില ആളുകൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കണം, എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു
ഒരു ഡീലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഫൈനാൻഷ്യലി എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നല്ലതാണ് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ്, നല്ല പ്രോജക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് പ്ലാൻ, പാർട്ട്ണർഷിപ്പ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബട്ട് നിങ്ങൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കിയിട്ട് മാത്രം ചെല്ലുക. ഓക്കെ, എസ്പെഷ്യലി കാരണം നിങ്ങൾക്ക് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫൈനാൻഷ്യൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ അതിന്റെ ഭാഗമാവാൻ വരുന്ന ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില പ്രോസ്പെരിറ്റി ഉണ്ട് ചില ആളുകൾക്ക്, അല്ലെ? സോ അതെന്താന്ന് മനസ്സിലാക്കാൻ, അതിന്റെ ഭാഗമാവാൻ, അതിന്റെ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. സോ ചിലത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ബട്ട് നിങ്ങൾക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ചില നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ചില വ്യക്തികളുമായിട്ട് നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത്, അല്ലെ? അവരുടെ ആക്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. സോ നിങ്ങൾക്കൊരു മാറ്റം വരുന്ന സമയത്ത് വരുന്ന ആളുകള് എന്തിനാണ് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ പോകുന്ന ചില അവസ്ഥകള്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ ഒരു വിശ്വാസങ്ങളോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. അത് ഈവൻ നിങ്ങളുടെ ഫാമിലിയോ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോ ആണെന്നുണ്ടെങ്കിലും, അല്ലെ? സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു മാറ്റവും, നിങ്ങൾ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളും, അതേപോലെ തന്നെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന നിങ്ങളുടെ ചില റെസ്പോൺസിബിലിറ്റിയോ, നിങ്ങളുടെ ഡീൽ ചെയ്യുന്ന ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം. ഇതിന്റെ രണ്ടിന്റെ നടുക്ക് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. എങ്ങോട്ട് പോകണം, എന്ത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തിലേക്ക് വരണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ, അല്ലെ? സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾ എനർജറ്റിക്കലി കണക്ട് ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ആളുകൾ. സോ നിങ്ങളെ പരിചയമുള്ള ആളുകൾ മാത്രം എന്നുള്ളതല്ല നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ കൂടെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രോബബ്ലി ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ തന്നെയുള്ള ആളുകളായിരിക്കാം, പക്ഷെ ഈ ഒരു സമയത്തായിരിക്കാം അവരുടെ റോൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നമുക്കറിയാം, ചില ആളുകൾ ഉണ്ടാവും നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ആയിരിക്കാം, പക്ഷെ അവരുടെ ഒരു റോൾ നമ്മുടെ ലൈഫിൽ അവരുടെ റോൾ ചെയ്യേണ്ട ഒരു ടൈമിലായിരിക്കും അവർ പോപ്പപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മുടെ ലൈഫിൽ, അല്ലെ? സോ അത്ര കാലം ഇവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ, ഇവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ, ഇവര് ഇങ്ങനെ ആണെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെ? അവർ ചില ആളുകൾക്ക് ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു പുതിയ ആളുകളായിരിക്കാം. ഓക്കെ, സോ എനർജറ്റിക്കലി നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് അതിന് കണക്ട് ആയിട്ടുള്ള ആളുകളെ നിങ്ങളിലേക്ക് നാച്ചുറലി കണക്ട് ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട് ചില കാര്യത്തില്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ പ്രൊഫഷണലി വരുന്ന സമയത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ട്. സോ ചില ഓഫേഴ്സ് നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ പോലും അപ്ലൈ ചെയ്യാതെയോ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങൾക്ക് വരുന്ന ചില ഓഫേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അത് പ്രൊജക്ട് ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. സോ നിങ്ങൾ അറിയുന്ന ആളുകൾ മാത്രമല്ല നിങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സക്സസ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഈവൻ അക്കാഡമിക്കലി ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഹൈ മാർക്കോട് കൂടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പാസ് ആയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഇന്റലിജൻസ് പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങളുടെ ആ ഒരു കഴിവ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വരുന്ന ഓഫർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബിസിനസ് പ്രപ്പോസലോ കരിയർ പ്രപ്പോസലോ ജോബ് പ്രപ്പോസലോ ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ.